ഗ്രീൻ ലൈഫ് സ്റ്റൈലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റുന്ന ഒരു ഫേസ് സ്ക്രബും ഒരു ഫേസ് പാക്കുമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് തരം സ്കിന്നിനും ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കും ഒരു സ്ക്രബുമാണ് നമ്മളിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. കസ്തൂരി മഞ്ഞൾപ്പൊടി, പാല്, ഓട്സ് പൊടിച്ചത്, ചെറുനാരങ്ങ, ഗ്ലിസറിൻ, റോസ് വാട്ടർ, ഹണി, മുൾത്താനി മിട്ടി, ബ്ലാക്ക് ഹെഡ് റിമൂവർ അല്ലെങ്കിൽ ഒരു ത്രെഡ്, കോട്ടൺ, ഇത്ര സാധനങ്ങളാണ് ആവശ്യം. സ്ക്രബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഓട്സ് എടുക്കാം. നിങ്ങൾക്ക് ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളൊരു ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാലിന് പകരം തൈര് യൂസ് ചെയ്യണതാണ് നല്ലത്. ഇതിലേക്ക് കുറച്ച് കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫേസെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയെടുത്ത സ്ക്രബ്ബ് ഞാനിങ്ങനെ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ക്രബ്ബ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കഴുത്തിലും ചെവിയിലും കണ്ണിൻ്റെ മുകളിലും എല്ലാം അപ്ലൈ ചെയ്യണം. ഈ സ്ക്രബ്ബ് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവണത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ഈ സ്ക്രബൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഫേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. ഇനി നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അതിലൊഴിച്ച് ഫേസിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഫുൾ ഫേസ് പെട്ടെന്ന് തന്നെ നമുക്ക് വെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കണ്ണിന് ചുറ്റും നിങ്ങളുടെ റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി കണ്ണിൻ്റെ ചുറ്റിനും. ഇങ്ങനെ നമുക്ക് ഒരു 2 to 3 മിനിറ്റ്സ് ഫേസ് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്തിൽ എപ്പോഴും നിങ്ങൾ അപ്വേർഡ്സ് ആയിട്ട് വേണം മസാജിങ് കൊടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ ക്ലോത്ത് ടിഷ്യൂ അതിൽ മുക്കി പിഴിഞ്ഞ് നമുക്ക് ഫേസിൽ നിന്ന് ഈ സ്ക്രബെല്ലാം ഒന്ന് തുടച്ച് മാറ്റാം. നമ്മൾ ഫേസിൽ നിന്ന് എന്തൊരു പാക്കാണെങ്കിലും സ്ക്രബാണെങ്കിലും വൈപ്പ് ചെയ്യുമ്പോഴത്തേനും അപ്വേർഡ്സ് ആയിട്ട് വേണം എപ്പോഴും തുടക്കാൻ. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രബെല്ലാം തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലെ ഹെഡ്സൊക്കെ ഒന്ന് കളയാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവറാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ബ്ലാക്ക് ഹെഡ് റിമൂവർ ഉപയോഗിച്ച് ഫേസിൽ നിന്ന് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് കളയാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ഈ ത്രെഡ് യൂസ് ചെയ്ത് അപ്വേർഡ്സ് ആയിട്ട് വേണം നമ്മൾ ഹെഡ്സ് റിമൂവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളൊരു സെൻസിറ്റീവ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ത്രെഡ് യൂസ് ചെയ്യണതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി നമുക്ക് ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് മുൾത്താനി മിട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മുൾത്താനി മിട്ടിയില്ലെങ്കിൽ കുറച്ച് കടലമാവ് എടുത്താലും മതി. ഇതിലേക്ക് ഞാൻ കുറച്ച് തേനാണ് ഒഴിച്ചേക്കുന്നത്. പിന്നെ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചിട്ടുണ്ട്, ചെറുനാരങ്ങ നീര്, പിന്നെ പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് റോസ് വാട്ടറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു ബ്രഷാണ് എടുത്തേക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിരൽ യൂസ് ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ അപ്വേർഡ്സ് ആയിട്ട് വേണം ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യാൻ. നമ്മൾ ഫേസിൽ പാക്കും എന്ത് സ്ക്രബോ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഇതുപോലെ മുകളിലേക്ക് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾ ഫേസിൽ പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ കഴുത്തിലും ചെവിയിലും കണ്ണിൻ്റെ മുകളിലും എല്ലാം തന്നെ പാക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. കണ്ണിൻ്റെ മുകളിൽ പാക്ക് അപ്ലൈ ചെയ്യാതിരുന്നാൽ നമ്മൾ ഫേഷ്യൽ നമ്മുടെ ഈ പാക്കെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴത്തേനും കണ്ണിൻ്റെ ചുറ്റിനും നന്നായിട്ട് ഡാർക്ക് കളറ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഞാൻ കണ്ണിൻ്റെ മുകളിൽ കൂടി പാക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറയണത്. അതിനുശേഷം ഇതുപോലെ ഒരു കോട്ടൺ റോസ് വാട്ടറിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം. നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തേക്കണ പാക്ക് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് പാക്ക് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതേ പാക്ക് ഒരു 98% ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് കളയാം. ഇത് കണ്ടോ, ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ചുറ്റിനും അപ്ലൈ ചെയ്തേക്കണ പാക്ക് ഉണങ്ങിയിട്ടില്ല, ഇപ്പോഴും നല്ല വെറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ പാക്കൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കാം. എന്താ വെള്ളത്തിൽ വിരലിങ്ങനെ ഡിപ്പ് ചെയ്ത് നമ്മുടെ പാക്കൊക്കെ ഒന്ന് നനച്ചതിന് ശേഷം റൗണ്ട് മസാജ് ചെയ്ത് ഈ പാക്കെല്ലാം ഒന്ന് ലൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് ടിഷ്യൂ യൂസ് ചെയ്ത് നമുക്കിതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. പാക്ക് തുടക്കുമ്പോഴും മുകളിലേക്ക് തുടക്കണം. ഇപ്പോൾ ഞാൻ പാക്കെല്ലാം തുടച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യണത് ആ സെയിം മോയ്സ്ചറൈസർ തന്നെ നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്ത ഈ സ്ക്രബ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് സ്ക്രബാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ യൂസ് ചെയ്യണതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് അതെല്ലാം നാച്ചുറലാണ്. പിന്നെ അതുപോലെ നമ്മുടെ പാക്ക് ആണെങ്കിലും നിങ്ങൾക്ക് 2 ദിവസം കൂടുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാക്കിയും നല്ല ഗ്ലോ ആക്കിയൊക്കെ വെക്കണം. എല്ലാവരും സുന്ദരന്മാരായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്തി ഓൾ ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞാനിടുന്ന ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.